എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ചോറ് കഴിച്ചു മടുത്തോ എങ്കിൽ നമുക്ക് വേഗം ഒരു കഞ്ഞി തയ്യാറാക്കിയാലോ. അതും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഞവരയരി വെച്ച് നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസ് ഞവരയരി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ട് നമുക്ക് ഒരു കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ അരിയൊക്കെ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്, കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അതിലേക്ക് വേകാൻ ആവശ്യമായ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരു ടേസ്റ്റിന് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഒരു 4-5 വിസിൽ വരുന്നോടം വരെ നമുക്ക് വേവിച്ചെടുക്കാം. ഈ ഒരു അരി വേകുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട്. അതിനായിട്ട് ഒരു മിക്സി ജാറിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുക. ആ ഒരു തേങ്ങയും തേങ്ങാപ്പാലൊക്കെ വരുമ്പോൾ കഞ്ഞിക്ക് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ. അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ. ഇനി നമുക്കതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ചേർത്ത് പാകത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് അരച്ചെടുക്കാം. നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി നമ്മുടെ അരിയൊക്കെ ഇവിടെ വെന്ത് വന്നപ്പോൾ ഞാൻ വേറൊരു കാലത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മുടെ അരപ്പും കൂടെ ചേർത്ത് ഒന്നും കൂടി ഒന്ന് തിളപ്പിക്കണം. ആ ഒരു കഞ്ഞിയൊക്കെ ഒന്ന് തിളച്ച് ഒന്ന് കുറുകി വരണം, അതാണ് അതിൻ്റെ പാകമേ. എന്നപ്പോഴത്തേക്ക് നമ്മുടെ കഞ്ഞി അവിടെ റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ കഞ്ഞിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്, ഒന്ന് കുറുകി വന്നിട്ടുണ്ട്, നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. കണ്ടില്ലേ, നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ കുട്ടികൾക്ക് കുറുക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അത്രയ്ക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള അരിയാണ് കേട്ടോ. അപ്പോൾ വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫുള്ള് കണ്ട് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നോടം വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.